പാലക്കാട് ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കടുത്ത അതൃപ്തിയിലാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത്. ബി.ജെ.പി. വിമത വിഭാഗം യോഗം ചേരുകയാണ്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട്. പ്രസാദ്, വിവരങ്ങൾ പറയും. അരുണ്യ, ബി.ജെ.പിയുടെ സമവായത്തിലൂടെ ഉണ്ടായിരുന്ന പേരുകൾ 3 പേരുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഓമനക്കുട്ടൻ, ഇദ്ദേഹം കൃഷ്ണകുമാർ വിഭാഗത്തോടൊപ്പം നിൽക്കുന്നയാളാണ്. രണ്ടാമത് സ്മിതേഷ്, മൂന്നാമതുണ്ടായിരുന്ന ആൾ ഷൺമുഖൻ. ഇവർ 2 പേരും ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തോടൊപ്പം നിൽക്കുന്നതാണ്. ഓമനക്കുട്ടനെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്നതിൽ RSS എതിർപ്പ് പ്രകടിപ്പിച്ചതോടുകൂടിയാണ് ഇതിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ആളുകൾ അത് ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നഗരത്തിൽ നിന്ന് മറ്റൊരാൾ വേണം എന്നൊരു നിലപാട് സുരേന്ദ്രൻ വിഭാഗവും കൃഷ്ണകുമാർ എല്ലാം തന്നെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവൻ വരുന്നത് എന്നുള്ളതാണ് എതിർവിഭാഗം പറയുന്നത്. എന്നാൽ പ്രശാന്ത് ശിവനെ അംഗീകരിക്കില്ല എന്ന് പറയാനുള്ള പറയുന്ന എതിർവിഭാഗം പറയുന്ന 2-3 കാരണങ്ങളാണ്. നേരത്തെ ഈ സമവായ നിർദ്ദേശത്തിൽ വന്നിരുന്നത് 45 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരണം. 6 വർഷത്തേക്ക് ജില്ലാ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് പരിചയം വേണമെന്നുള്ളതാണ്. യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായി ഇവിടെ പ്രശാന്ത് ശിവൻ വന്നത് 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 6 വർഷം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവനെ അംഗീകരിക്കില്ല എന്നത് ഇവർ പറയുന്നു. എന്നാൽ പ്രശാന്ത് ശിവനോടൊപ്പമുള്ള കൃഷ്ണകുമാർ വിഭാഗം പറയുന്നത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്, യുവാക്കളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ ഭരണഘടനയിൽ നിശ്ചിത പ്രായം പറയുന്നില്ല. 18 വയസ്സിന് മുകളിലുള്ള ആർക്കും ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കുകയോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കൃഷ്ണകുമാർ വിഭാഗം പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ബി.ജെ.പിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് നഗരസഭ ബി.ജെ.പി. ഭരിക്കുന്നതാണ്. അവിടെ 28 കൗൺസിലർമാരുണ്ട്. അതിൽ 6 പേർ ചെയർപേഴ്സൺ ഉൾപ്പെടെ, ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള 6 പേർ. എൻ ശിവരാജൻ, അദ്ദേഹം ഏറ്റവും മുതിർന്ന ബി.ജെ.പിയുടെ കൗൺസിലർമാരാണ്. അവരുൾപ്പെടെ 6 പേർ രാജിക്കൊരുക്കുന്നു. ഇന്ന് പ്രശാന്ത് ശിവനെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതോടുകൂടി ഈ 6 പേരും രാജിക്കത്ത് പാർട്ടിക്ക് കൊടുക്കുമെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ യോഗത്തിന് ശേഷം അക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കും. അതിൽ പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ച നാളെ സെക്രട്ടറിക്ക് തന്നെ രാജിക്കത്ത് കൊടുത്തുകൊണ്ട് അവർ നിന്ന് മാറി നിൽക്കുമെന്നുള്ളതാണ്. എന്തായാലും എതിർവിഭാഗം കരുതുന്നത് ഇതൊരു സമ്മർദ്ദ തന്ത്രമായാണ് കൃഷ്ണകുമാർ വിഭാഗം വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദ തന്ത്രത്തിന് കീഴ്പ്പെടേണ്ടതില്ല. കേന്ദ്രം പറയുന്നത് യുവാക്കൾ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ. ഇവിടെ പ്രശാന്ത് ശിവൻ മാത്രമല്ല, വടകരയിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം യുവാക്കൾ, 45 വയസ്സിൽ താഴെയുള്ള യുവാക്കൾ, പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള 45 വയസ്സിൽ താഴെയുള്ള യുവാക്കൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ ഇവിടെ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും 6 പേർ രാജിവെക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ 52 അംഗ കൗൺസിലിൽ 28 പേരാണ് ബി.ജെ.പിക്കുള്ളത്. 6 പേർ രാജിവെച്ചാൽ അത് 28 മാറും. മറുവശത്ത് UDF-നും CPM-നും ഉൾപ്പെടെ 24 പേരുണ്ട്. 16 പേർ UDF-നും, ഒരാൾ വെൽഫെയർ പാർട്ടിയും, 7 പേർ CPM-നുമാണുള്ളത്. അങ്ങനെ 24 പേർ മറുവശത്തുമുണ്ട്. അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ CPM UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകും. അങ്ങനെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രശ്നം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു അധികാര നഷ്ടം കൂടി, ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭാ ഭരണം കൂടി നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ തർക്കം വളരുന്നു എന്നുള്ളതാണ് ഇതിലെ സസ്പെൻസ്. എന്തായാലും ഈ യോഗത്തിന് ശേഷം നേതാക്കൾ വിശദീകരിക്കും, അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് വിശദീകരിക്കും. ഇതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമായി കാണുന്നു എന്നാണ് കൃഷ്ണകുമാറിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെയാണോ, മറിച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ രാജിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രസാദ്, പോലെ ബി.ജെ.പി. വിമതർക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയിട്ടുണ്ടല്ലോ. സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അരുണ്യ, ഇങ്ങനെ ഒരു പ്രശ്നം ഉയർന്നതോടുകൂടി തന്നെ സന്ദീപ് വാര്യർ ഇടപെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇവരെ കൗൺസിലർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രമീള ശശിധരൻ, കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചു എന്നുള്ളതാണ് വരുന്ന വിവരം. എന്തായാലും ഈ യോഗത്തിന് ശേഷമായിരിക്കും അവരുടെ നിലപാട് പ്രഖ്യാപിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ബി.ജെ.പി. വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് നിലവിൽ പോകാനുള്ള സാധ്യതയൊന്നും തന്നെ കാണുന്നില്ല. ഈ പാർട്ടിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ഇതിനകത്ത് ഈ ഒരു തീരുമാനത്തിനെതിരെ ഇപ്പോൾ പോരാടുക എന്നൊരു പൊതു അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ളത് അവർ പറയുന്നു. എന്തായാലും സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു അവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ഇത് സമാന്തരമായി നടക്കുന്നുണ്ട്.
അതേപോലെ പാലക്കാട് BJP വിമതരുടെ യോഗം തുടങ്ങിയിട്ടുണ്ട്. യോഗത്തിന് ശേഷമായിരിക്കും ഇവർ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരണം നടത്തുക. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. പാലക്കാട് BJPയിലാണ് പൊട്ടിത്തെറി. കടുത്ത അതൃപ്തിയിൽ പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ BJP ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 6 കൗൺസിലർമാരും രാജിവെച്ചേക്കുമെന്ന വിവരം പുറത്തുവരുന്നു. കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗം പാലക്കാട് സമാന്തര യോഗം ചേർന്നു. BJP ഭരണം തുലാസിലാണ് പാലക്കാട്.